ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീനാസ്കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മെയ്സ് പൊടി വെച്ചിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ തയ്യാറാക്കാറ് ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിയിട്ട് ഞാനൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് മെയ്സ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ പൊടിയും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പൊടിയൊന്ന് നന്നായിട്ട് നനച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നനച്ചെടുത്തിട്ട് വരാം. പിന്നെ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരികയാണെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇതൊന്ന് ഹാർഡായിട്ട് വരും. അപ്പോൾ അങ്ങനെ ആകുമ്പം ഈ പുട്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം അടുപ്പത്ത് ഒന്ന് കടുക് താളിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഉപ്പുമാവായിട്ടും ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉരുട്ടുമ്പോൾ നമുക്ക് ഉരുട്ടാൻ കിട്ടണം. അതാണ് ഇതിൻ്റെ പാകം. ഇനി ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പൊടി ഒട്ടും കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, നല്ല നൈസായിട്ടുള്ള പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാനിപ്പോൾ അതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. നല്ല നൈസായിട്ടുള്ള പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണിത്. ഇനി നമുക്ക് അടുത്ത ലെയർ ഇതിലേക്ക് കുറച്ചുകൂടെ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ അധികം താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ നടുക്കൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ താഴെ അല്ലെങ്കിൽ മേലെ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് മേലെ കൂടെ വീണ്ടും പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ചുകൂടെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിന് നമുക്ക് കുക്കറിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇതൊരു 5-6 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഇത് റെഡിയായി കിട്ടിക്കോളും. ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.